എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് മത്സരമല്ല, കുറെ ക്ഷീണിച്ചു. ഭയങ്കര വെയില്, ഭയങ്കര ചൂട്, ഭയങ്കര വേർപ്പ്, സഹിക്കാൻ പറ്റും. നാളെ മത്സരമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഫസ്റ്റ് വൺ. ചിരഞ്ജീവി 157. അനിൽ രവിപുടി ആള് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിരഞ്ജീവിയുടെ ഭാഗ്യനായികയാണ് നയൻതാര. ആളെ വീണ്ടും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഇതേ സുന്ദരി, നല്ല സൂപ്പർ ലുക്കിലാണ്. ഭാഗ്യനായികയാണോ? ഭാഗ്യനായിക എന്നൊക്കെയാണ് അവര് പറയുന്നത്. ഗോഡ് ഫാദറിലും ആള് തന്നെയായിരുന്നല്ലോ. ഗോഡ് ഫാദർ എന്തായാവല്ലേ, ഭാഗ്യനായികയാണെങ്കിൽ അല്ല, അപ്ഗ്രേഡ് വേർഷനായി വന്നല്ലോ. അത് ശരി. പുതിയ രീതിയിൽ. സൂര്യ 45 സിനിമയെ കുറിച്ച് സ്വാസിക പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിനിമ മാസ് കൊമേഴ്ഷ്യൽ മൂവിയാണെന്നാണ് പറഞ്ഞത്. ഇതേ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലേ, തിയേറ്ററിലേക്ക് കാണാൻ പോണോ, അവാർഡ് മോണാണോ എന്നുള്ള സാധനം ചിന്ത ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇവരെല്ലാവരും ലോയേഴ്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. എല്ലാവരും, അതായത് തൃഷ, സൂര്യ, ബാലാജി, സ്വാസിക, എല്ലാവരും. ഓക്കെ, അത് ഡയറക്ടർ അഭിനയിക്കുന്നുണ്ടല്ലോ അതില്. ഓ ഉണ്ടേ. ഓക്കെ, അടുത്ത കിഴി. വാവ്, നാഗാർജുന 100. ആർ.എ. കാർത്തിക് ഈ സിനിമ സംവിധാനം ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ഈ 100ാമത്തെ സിനിമയല്ലേ നമ്മുടെ ലോകേഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നാഗാർജുനന്റെ അത് കിട്ടിയില്ല തോന്നുന്നു കേട്ടോ. എന്തായാലും കാർത്തിക് പിടിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ് ഡയറക്ടറാണ്. തമിഴ് ഡയറക്ടറായ മതിയായിരിക്കും. മതിയാവും. എന്തായാലും 100ാമത്തെ ചിത്രം. അതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ്. എന്ത് വൃത്തിയതല്ലേ, സ്ഥിരമുള്ളതല്ലേ. അടുത്ത കിഴി, അടുത്തുണ്ട്. വിജയ് ആന്റണി 26 ആളുടെ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് 5 മണിക്ക് കേട്ടോ. ഓക്കെ, ജോഷ്വ എന്തായിരുന്നു, സേതുരാമൻ. ദൈവമേ, അത് തന്നെയാണെന്ന് തോന്നുന്നു. ജോഷ്വ സേതുരാമനാണ് ഇതിന്റെ ഡയറക്ടർ. അത് മാറൂല. അടുത്ത കിഴി, ടിക്കി ടാക്ക. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. ആസിഫ് അലിയുടെ കയ്യിലുള്ളതിൽ ഏറ്റവും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി കേട്ടോ. സത്യമായിട്ടും ഒരുപാട് പേര് കാത്തിരിക്കുന്ന, ഭയങ്കര ഹൈപ്പിൽ വരാൻ പോകുന്ന സിനിമയാണ് ടിക്കി ടാക്ക. എന്തായാലും സിനിമ ഈ വർഷം അവസാനത്തോടെ റിലീസിനെത്തുമെന്നുള്ളതാണ് ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു കുറിപ്പൊക്കെ ഉണ്ട് കേട്ടോ ആളുടെ വക. ഓക്കെ, എന്തായാലും ഒരു സ്റ്റില്ലും ഉണ്ട്. പൊളിക്കട്ടെ. ആള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഫടികം, അതായത് ക്യാരക്ടർ തോമാച്ചായന്റെ മറ്റൊരു വേർഷനാണ്. അടുത്തത് നരിവേട്ട. വാടാ വേട സോങ് വരുന്നു. യെസ്, ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്യുന്നത്. അനുരാജ് മനോഹറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. 23-ാം തീയതി സിനിമ റിലീസിനെത്തുകയാണ്. ഓക്കെ, നല്ല പ്രിവ്യൂ ഒക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. നല്ല അഭിപ്രായമാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി. SK ആയിവാ അറിയാ. SK ആരുടെ കൂടെ അറിയോ? ആരുടെ കൂടെ? വെങ്കട് പ്രഭു അല്ലേ? വെങ്കട് പ്രഭു. ഗോട്ടിന് ശേഷം വെങ്കട് പ്രഭു വീണ്ടും എത്തുന്നു. SK ആണ് ഇത്തവണ കൂട്ടിന്. എനിക്ക് തോന്നുന്നു അതാ വിജയ്ക്ക് വേണ്ടി എഴുതിയ സാധനമായിരിക്കും. ഗോട്ടിന് ശേഷം വിജയിനെ വെച്ച് ചെയ്യുന്ന പറഞ്ഞില്ലായിരുന്നു. SKയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇത് കൺഫേം ചെയ്തു, ഉറപ്പിച്ച്. അടുത്തത് രജനികാന്ത് മൈത്രി മൂവി മേക്കേഴ്സ് ഒരുമിക്കുന്ന സിനിമയാണ്. വിവേക് ആർദ്രയ സിനിമ ഡയറക്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, തെലുങ്ക് ഡയറക്ടറാണ് ആളാണ് ഇതിൽ. അതായത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ സാധ്യത കാണുന്നത് മുഖ്യധാരയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അത് തന്നെ ആയിരിക്കാനാ ചാൻസ്. ആളെന്നെയായിരിക്കും. ഒട്ടുമുക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. ഓക്കെ, അടുത്തത് സല്ലുഭായ് ആർമി ഓഫീസറായിട്ട് വരുന്നു. ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു കീഴിൽ ആർമി ഓഫീസർ ആവുന്നുള്ളതാ. പക്ഷെ അത് വീണ്ടും കൂടുതലായിട്ട് ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു വാർ ഡ്രാമ ആയിരിക്കും കേട്ടോ പറഞ്ഞിരിക്കുന്നത്. വിത്ത് ചൈന ബോർഡർ. കൊള്ളാം, ഓർമ്മിപ്പിച്ച് അടുത്ത യുദ്ധം ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. അടുത്തത് മണ്ടാടി. തമിഴില് സൂര്യ നായകനാവും, സുഹാസ് വില്ലനാവും. തെലുങ്കില്
സുഹാസ് നായകനാവും, സുഹാസ് നായകൻ, സൂരി വില്ലനും ആവും. ആ. കൊള്ളാം, നല്ല പരിപാടിയാണല്ലോ. അതായത് രാവണൊക്കെ ചെയ്തത് ആ, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അത് കൊള്ളാട്ടോ, നൈസ് പരിപാടി. അത് തമിഴില് രാവണൻ ക്യാരക്ടറിൽ നല്ല നായകനും പൃഥ്വിരാജ് വില്ലനും. രാജുവില്ലായിരുന്നു. അപ്പുറത്ത് പോയപ്പോ പൃഥ്വിരാജ് നായകനായി. പൃഥ്വിരാജല്ല, പിന്നെ ആരാ? നോ നോ, അഭിഷേക് ബച്ചനായിരുന്നു. സോറി, അഭിഷേക് ബച്ചൻ നായകൻ. അഭിഷേക് ബച്ചനെ മറന്നത് തെറ്റൊന്നല്ല. കാണാനില്ല ആളെ. എവിടെടാ? ഇപ്പോഴാണോ? ഞാൻ ഈ അടുത്തത്തെ എന്തോ ഒരു കാര്യത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചോളൂ, ഇയാളെ കാണാനില്ലല്ലോ. ഇപ്പൊ അടുത്തൊരു ഒരു ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്താ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആരെ? ഏതൊരു ഇങ്ങനെ എറിയുന്ന ബോൾ എറിയുന്ന ഒരു സിനിമ. ഓക്കെ ഓക്കെ. അതിനാളായിരുന്നു തോന്നുന്നു. അത് കുറച്ചായി തോന്നുന്നുണ്ടോ? എന്തായാലും വരട്ടെ. ഓക്കെ, മണ്ടാടി അടുത്ത കിഴി. ഓക്കെ. എന്തായിരിക്കും അളി? അത് തമിഴായിരിക്കോ, മലയാളമായിരിക്കോ, ഇംഗ്ലീഷ് ആയിരിക്കോ, ഹിന്ദി ആയിരിക്കോ, തെലുങ്കായിരിക്കോ? തമിഴ്. യോ അല്ലേ? ആണോ? തമിഴ്. അല്ല, ജയിലർ 2 സിനിമ ഇപ്പോൾ കോഴിക്കോട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും കുറച്ച് ലൊക്കേഷൻ സ്റ്റീൽസ് വന്നിട്ടുണ്ട്. തലൈവരുടെ കൂടെ നമ്മുടെ കോട്ടയം നസീറൊക്കെ വന്നിട്ടുണ്ട്. പല ആൾക്കാരും ഉണ്ട്. പിന്നെ പടക്കളം ടീം വന്നിട്ടുണ്ട്. അതെ അതെ അതെ. എന്തായാലും കൊള്ളാം, ഗംഭീരമാട്ടെ. തലൈവർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ മോതല. അടുത്തത് സൂര്യ 46. വെങ്കി അട്ലൂരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ പൂജ ഇന്ന് നടക്കുകയാണ് രാമനായിഡു സ്റ്റുഡിയോയിൽ. ഓക്കെ, മമിത ബൈജു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. നായിക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താണെങ്കിൽ നോക്കാം, പ്രാധാന്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ. നായിക പ്രാധാന്യം, മറ്റൊരു നായികയും വന്നേക്കാം. കൂടുതൽ പ്രതീക്ഷ ഉള്ളത് ഇനി സൂര്യൻ്റെത്. സൂര്യ 46 അത് ലക്കി 45 എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. കാരണം ബാലാജി ആയതുകൊണ്ടുള്ളൊരു പേടിയുണ്ട്. അതാണ്. ഓക്കെ, അടുത്തത് മമ്മൂക്ക ലേറ്റസ്റ്റ് പിക്ക്. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് പിക്കാണെന്നും ഒക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും ഫേക്കാണ്. ഇത് ലേറ്റസ്റ്റ് പിക്ക് അല്ല കേട്ടോ, പഴയ പിക്കാ. അതെ, ഈ പോസ്റ്റ് ലേറ്റസ്റ്റ് ആയിരുന്നു. അതൊരു ആരും ഇട്ടതാണത്. ഫോട്ടോ പഴയതാണ്. അതെ, ഫോട്ടോ പഴയതാണ്. അടുത്തത് കണ്ണപ്പ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അക്ഷയ് എൻചാതി ക്വാളിറ്റിയിലെ പോസ്റ്ററിനൊക്കെ. എന്താകുമോ എന്തോ, അത് പറയാനൊന്നുമില്ല. അത് എന്താകുമോ എന്തോ ചോദിക്കാനൊന്നും ഇല്ല. അത് ഞാനതല്ല അറിയിക്കുന്നത്. ലാലേട്ടൻ എന്തിന്റെ കേടായിരുന്നു? അതാന്ന് പാവം പിടിച്ച മനുഷ്യൻ. ടൂർ പോയപ്പോഴേ അവിടെ എവിടെ കണ്ട സ്വിറ്റ്സർലാൻഡോ അങ്ങോട്ട് ആ ഏരിയയിലും കണ്ടാണല്ലോ അതിന്റെ ഷൂട്ടൊക്കെ കാണുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അവിടെ എവിടെയും കണ്ട ആൾ ടൂറും പോയിട്ടുണ്ടായിരുന്നു. ടൂർ പോയപ്പോ അവിടുന്ന് അറിഞ്ഞ് അതിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താണ് ഈ ക്യാരക്ടർ. ഫ്രീ ആയിട്ട് ഊക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും സത്യമായിട്ട്. ഇത്രയും നേരം ഉണ്ടാക്കി വെച്ചൊരു സാധനല്ലേ, അത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന സാധനമായിരിക്കും അത് വരാൻ പോകുന്നത്. അത് ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴേ അറിയാം ലുക്കിലൊക്കെ. നമുക്ക് മുൻവിധി വേണ്ട. അല്ല അങ്ങനെയല്ല, ചിലപ്പോ മേ ബി ഈ മുൻവിധി വേണ്ടെന്ന് തീരുമാനിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കും. ഇന്ത്യൻ ടു ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇതിനൊക്കെ മുൻവിധി വേണ്ടാന്ന് തീരുമാനിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. അത് കുറച്ചൊക്കെ നമ്മള് മനസ്സിലാക്കണം. ശരിയാണ്, ഉൾക്കൊള്ളണം. അതാണ്. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.